വാർത്തയിലേക്ക്. ബാർക്കോഴയിൽ കേസെടുക്കുന്നതിൽ ക്രൈംബ്രാഞ്ചിന് ആശയക്കുഴപ്പം. പ്രാഥമിക അന്വേഷണത്തിൽ കോഴ നടന്നതിന് തെളിവ് ലഭിച്ചില്ല. ആരും കോഴ നൽകാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് ഇടുക്കിയിലെ ബാർ ഉടമകൾ മൊഴി നൽകി. എന്നാൽ ശബ്ദരേഖ ചോർത്തിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെങ്കിൽ മാത്രം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. വി വിനോദ് ചേരുന്നു. വിനോദ്, വലിയ ചർച്ചയായിരിക്കുന്നു. ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്നു. പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്നു പലരും. അപ്പോഴൊക്കെ ഈ ക്രൈംബ്രാഞ്ചിന് ഇപ്പോഴും നമ്മുടെ കയ്യിലൊക്കെയുള്ള ആ ശബ്ദരേഖ മാത്രമാണ് ഈ കേസ് ലഭിച്ചിട്ടുള്ളത് എന്നാണോ? കേസ് ചുരുങ്ങുകയാണോ? ക്രൈംബ്രാഞ്ച് ഇപ്പോൾ പ്രാഥമിക അന്വേഷണമാണ് നടത്തുന്നത്. ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള നടപടിയിലേക്ക് പോയിട്ടില്ല. പക്ഷേ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. ഇതുവരെയുള്ള തെളിവുകൾ ഉപയോഗിച്ച് കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയുമോ എന്നതിലാണ് സംശയം. ഇത് സംബന്ധിച്ച് നിയമോപദേശം തേടാനുള്ള ആലോചനകളും നടക്കുന്നുണ്ട്. ബാറുടമ അനിമോന്റെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇടുക്കിയിലെത്തി നെടുങ്കണ്ടത്തും അതോടൊപ്പം തന്നെ മൂന്നാറിലും പലരിൽ നിന്നായി മൊഴിയെടുത്തു. അനിമോന്റെ പാർട്ണറുണ്ട് അരവിന്ദാക്ഷനിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുത്തിരുന്നു. പക്ഷേ ആരെങ്കിലും കോഴ ചോദിച്ചതിനോ ആ തരത്തിൽ പിരിവ് നടത്തിയതിനോ തെളിവില്ല എന്ന നിലയ്ക്കാണ്. മാത്രവുമല്ല, നേരത്തെ തന്നെ ഫെഡറേഷന്റെ ഭാരവാഹികൾ പറഞ്ഞത് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പിരിവാണ് ബാറുടമകൾക്കുള്ളിൽ നടന്നത്. നേരത്തെ തന്നെ 1 ലക്ഷം രൂപ വീതം പിരിക്കുകയും 4.5 കോടി രൂപയുടെ വസ്തു അതിന്റെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയുമാണ്. 3 കോടി രൂപ ഇതിനകം വസ്തുവിന്റെ ഉടമയ്ക്ക് നൽകി. ഏതാണ്ട് 6 കോടി 10 ലക്ഷം രൂപയാണ് ഇതിനാകെ ചെലവ് വരുന്നത്. അതിനുവേണ്ടിയുള്ള പിരിവെന്ന വിശദീകരണമാണ് ഫെഡറേഷൻ നൽകിയത്. അതേസമയം അനിമോൻ തൻ്റെ ശബ്ദരേഖയിൽ നിന്ന് പിന്നാക്കം പോവുകയും ചെയ്തിരുന്നു. അന്ന് ഈ സംഘടനയുടെ പ്രസിഡന്റ് തന്നെ അപമാനിച്ച് സംസാരിച്ചു, വേദനിപ്പിക്കുന്ന തരത്തിൽ സംസാരിച്ചു. ആ ഒരു മനോവേദന കൊണ്ട് അങ്ങനെ ആ ഓഡിയോ ക്ലിപ്പിൽ പറഞ്ഞതാണ്, അല്ലാതെ കോഴ നൽകുന്നതിന് വേണ്ടിയല്ല എന്ന ഒരു വാട്സപ്പ് സന്ദേശമായി രണ്ടാമത് വിശദീകരണ കുറിപ്പ് പോലെ പുറത്തുവിട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് സാക്ഷിമൊഴികൾ ഒന്നും തന്നെയില്ല. കോഴ ചോദിച്ചതിനോ അല്ലെങ്കിൽ കോഴയ്ക്ക് വേണ്ടി പണം പിരിവ് നടത്തിയതിനോ കോഴ കൈമാറി ആ തരത്തിലുള്ള യാതൊരുവിധ തെളിവുകളുമില്ല. അതേസമയം ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയുണ്ടോ എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട് ക്രൈംബ്രാഞ്ച്. അതോടൊപ്പം തന്നെ ഫെഡറേഷന്റെ അക്കൗണ്ട് വിവരങ്ങൾ തേടിയുള്ള നടപടികളും ക്രൈംബ്രാഞ്ച് ആരംഭിച്ചിട്ടുണ്ട്. ഫെഡറേഷൻ നേതൃത്വത്തിന് ഇത് സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് കത്ത് നൽകുകയും ചെയ്തു. അശ്വതി. ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകി. എന്തായാലും ബാർക്കോഴയിൽ കേസെടുക്കുന്നതിൽ ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. കോഴ നടന്നതിന് അല്ലെങ്കിൽ വാങ്ങിച്ചതിനൊന്നും തെളിവ് ഇതുവരെയും ലഭിച്ചിട്ടില്ല പ്രാഥമിക അന്വേഷണത്തിൽ എന്നുള്ളതാണ്.